ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസ് സെക്കൻഡ് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ന്യൂ നമ്പേഴ്സ് എന്നാണ്. ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പുതിയ നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതാണ് ആ പുതിയ നമ്പർ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പഴയ നമ്പറുകൾ ഒക്കെ ഒന്ന് നോക്കാം, ഓർത്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ് എന്ന്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പേഴ്സാണ് ഒന്ന് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഈ നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ഇങ്ങനെ പോകും അല്ലേ. ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. സെക്കൻഡ് വൺ നമുക്കറിയാവുന്ന നമ്പേഴ്സാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 0 1 2 3 4 5 അങ്ങനെ ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്തതാണ് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് ആരാണ്? മൈനസ് നമ്പറുകളും സീറോയും പോസിറ്റീവ് നമ്പറുകളും ചേർന്നതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ഇൻഫിനിറ്റിയിൽ നിന്നൊരു -5 -4 -3 -2 -1 0 1 2 3 4 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ മൈനസ് നമ്പേഴ്സും സീറോയും പ്ലസ് പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ ചേർന്നതാണ് എന്താ? ഇൻറ്റീജേഴ്സ്. ഓക്കെ, അടുത്തതാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പേഴ്സ് നമുക്ക് പരിചയമുള്ളത് നമ്മളിങ്ങനെ എഴുതാറില്ലേ, ഫ്രാക്ഷൻസ് 1/2 3/4 അങ്ങനെ എഴുതുന്ന നമ്പേഴ്സ്. ഓക്കെ, അതായത് P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. Q ≠ 0. ഈ അടിയത്തെ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ √2 √3 അങ്ങനെയുള്ള നമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റൂട്ട് ഇട്ടിട്ടുള്ള നമ്പേഴ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്. ഇതിൽ നമുക്ക് √2ൻ്റെ വാല്യൂവും √3യുടെ വാല്യൂവും നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. കാരണം ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് ആവശ്യമുണ്ട്. ഈ രണ്ട് റൂട്ടുകളുടെ മാത്രം നമുക്ക് ഈ ചാപ്റ്ററിൽ വാല്യൂസ് പഠിച്ചാൽ മതി. അപ്പോൾ √2ൻ്റെ വാല്യൂ 1.414 ആണ്. ഇനി √3യുടെ വാല്യൂ 1.732 ആണ്. ഈ വാല്യൂസ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, √2ൻ്റെ വാല്യൂ 1.414, √3യുടെ വാല്യൂ 1.732. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്? അതായത് ഒരു ആംഗിൾ 90 ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ വരച്ചതിൽ ഈ ആംഗിൾ 90 ആണ്. ഏത് ആംഗിള്? ഇതാ, ഈ ആംഗിള് 90 ഡിഗ്രി. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആംഗിൾ 90 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അടുത്തത്, ഇപ്പോൾ നമ്മളിതിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ABC. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇനി ഈ ട്രയാങ്കിളിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും അല്ലേ. ബേസ് എന്ന് പറയും അല്ലേ. ഇതിനെ നമ്മൾ എന്ത് പറയും? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ആൾട്ടിറ്റ്യൂഡ്. ഇതിനെന്താ പറയുക? ഹൈപ്പോട്ടെന്യൂസ്. ഓക്കെ, ഇതിനെ നമ്മൾ ഹൈപ്പോട്ടെന്യൂസ് എന്ന് പറയും അല്ലേ. ഇതാണ് ലെങ്തി സൈഡ് അല്ലേ, അതിനെയാണ് നമ്മൾ ഹൈപ്പോട്ടെന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു റൈറ്റ് ആംഗിൾ
ട്രയാങ്കിൾ എന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പൈതഗോറസ് തിയറം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൈതഗോറസ് തിയറം. എന്താണ് ഈ പൈതഗോറസ് തിയറം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഈ പൈതഗോറസ് തിയറം പറയുന്നത്? എന്താണ് ഈ പൈതഗോറസ് തിയറത്തിൽ പറയുന്നത്? പൈതഗോറസ് തിയറത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്, ഞാൻ എച്ച് സ്ക്വയർ എന്ന് എടുക്കാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും ബേസിൻ്റെ സ്ക്വയറും ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയും. ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ബേസ് തന്നിട്ടുണ്ടാവും, ഹൈപ്പോട്ടന്യൂസ് ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ടാവും, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇതിൽ ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഒരു ഒറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എല്ലാ ഇക്വേഷൻസും കാണാൻ പറ്റും. ഇതിലിപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസാണ് നമ്മളോട് കാണാൻ പറഞ്ഞെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി ബേസാണ് കാണാൻ പറഞ്ഞതെങ്കിലോ, ബേസാണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസും ആൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് ഇനി നമുക്ക് ബേസും ഹൈപ്പോട്ടന്യൂസും തന്നിട്ട് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എച്ചിൻ്റെ സ്ക്വയർ ആണല്ലേ. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ സ്ക്വയർ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് ഇപ്പുറത്തെടുത്താൽ മതി. അപ്പോൾ റൂട്ട് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇതാണ് കേട്ടോ. ഇതിങ്ങനെയാവും. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയിരിക്കില്ല, ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ റൂട്ട് കളയാൻ ഈ സ്ക്വയർ കളയാൻ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ എച്ച് എന്ന് പറയുമ്പോൾ ഇതിന് റൂട്ട് ഇട്ട് കൊടുക്കുക, റൂട്ട് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി ഇവിടെ അങ്ങനെ തന്നെ ബി സ്ക്വയറിന് പകരം ബി നമുക്ക് കണ്ടാൽ മതി അല്ലേ. നമുക്ക് ബേസാണ് കണ്ടുപിടിക്കേണ്ടത്, ബേസിൻ്റെ സ്ക്വയർ അല്ല. അപ്പോൾ സ്ക്വയർ കളയാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇതിനൊരു റൂട്ട് കൊടുക്കുക, എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി ഇവിടെയാണെങ്കിലോ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ സ്ക്വയർ കളയാൻ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി, എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ പാഠത്തിലെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഇതിൽ ഓർത്ത് വെച്ചാൽ മതി. ഏത്? എച്ച് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതിൽ അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടായിരിക്കും, സ്ക്വയർ റൂട്ടായിരിക്കും. ഈ ഒരു ഒറ്റ ഇക്വേഷന് നമുക്ക് ഈ എല്ലാ ഇക്വേഷനും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം വെറുതെ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിന് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്, ഇതിന് ഞാൻ 3 എന്ന് കൊടുക്കുകയാണ് എങ്കിൽ, അപ്പോൾ ഒരു സൈഡ് 2 ഒരു സൈഡ് 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്, അത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ അല്ലേ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ലെങ്ത്ത്, അതിൻ്റെ സ്ക്വയർ. ഇതെന്ന് പറയുന്നതാണ് ബേസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതിന് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ. ഇത് എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ നമ്മുടെ ബി എന്ന് പറയുന്നത് 3ഉം ഓൾട്ടിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് 2ഉമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബിയുടെ സ്ഥാനത്ത് 3 സ്ക്വയർ എന്ന് കൊടുത്തു, പ്ലസ് എയുടെ അവിടെ 2 സ്ക്വയർ, എ 2 ആണല്ലോ. ഇനി എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 2 സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ ഇസ് ഈക്വൽ ടു റൂട്ട് നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 13. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, റൂട്ട് 13. അപ്പോൾ റൂട്ട് 13 നമുക്ക്
ഇങ്ങനെ എഴുതാം. അടുത്തത് നമുക്ക് വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഹൈപ്പോട്ടന്യൂസ് 3 തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് 2 തന്നിട്ടുണ്ട്, ബേസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമുക്കറിയാം ബേസ് സ്ക്വയർ ആണ് ഇവിടെ കാണേണ്ടത് അല്ലേ. ബേസ് സ്ക്വയർ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. എച്ച് സ്ക്വയർ അല്ലേ ഇതിൽ ഏറ്റവും വലിയ സൈഡ്. അപ്പോൾ എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ റൂട്ട് അല്ലേ, എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമുക്കറിയാം എച്ചിൻ്റെ വാല്യൂ എത്രയാ? 3. അപ്പോൾ 3യുടെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് 2 അല്ലേ, അപ്പോൾ 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 9ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 5, അപ്പോൾ റൂട്ട് 5. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? റൂട്ട് 5. ബേസ് നമുക്ക് റൂട്ട് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോബ്ലംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ നമുക്കിനി വേറൊരു ട്രയാങ്കിളിൽ നമുക്ക് എന്ത് തന്നു? ബേസ് 1 തന്നു. ഇനി ഇവിടെ നമുക്ക് എന്ത് തന്നു? റൂട്ട് 3 തന്നു എന്ന് വിചാരിക്കാം. ഏത്? ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്തതല്ലേ. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് ആണ് എപ്പോഴും വലുതായിരിക്കുക. അതിൽ നിന്ന് മറ്റേ ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കണമെങ്കിൽ ബേസ് സ്ക്വയർ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കിട്ടും. ഇനി ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എച്ച് സ്ക്വയറിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ചെയ്യാം. ഇനി എച്ച് സ്ക്വയർ വലിയ സൈഡാണ്, അത് കിട്ടണമെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇക്വേഷനൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല അല്ലേ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോൾ എ സ്ക്വയർ ആണ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ, റൂട്ട് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് റൂട്ട് എ ഇസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് എച്ചിൻ്റെ അവിടെ റൂട്ട് 3 കൊടുക്കാം. റൂട്ട് 3യുടെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റൂട്ട് 3യുടെ സ്ക്വയർ, അതായത് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. അതുപോലെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ഓക്കെ, ഒരു റൂട്ട് നമ്പർ അത് തന്നെ ഇൻറ്റു ചെയ്താൽ അതിൻ്റെ നാച്ചുറൽ നമ്പർ ആ നമ്പറാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 3യുടെ സ്ക്വയർ 3 കിട്ടും, മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? റൂട്ട് 2 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? റൂട്ട് 2 എന്ന് കിട്ടും നമുക്ക്. ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സിലെ പേജ് നമ്പർ 25 ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്നത് we have seen in class 8 that any odd number can be written as difference of two perfect squares. Use this to draw squares of area 7 cm square and 11 cm square. What are the lengths of the sides of these squares? ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ? വി ഹാവ് സീൻ ഇൻ 8th ക്ലാസ്, നമ്മൾ 8th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയർസ്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഏത് ഓഡ് നമ്പറിനെയും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാവുന്നതാണ് അല്ലേ, ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, then 7, 9, 11 ഇങ്ങനെ പോകും അല്ലേ. ഇതാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സുകളെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാമെന്ന്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ. അപ്പോൾ 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ദെൻ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. ദെൻ 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലേ. 1, 4, 9, 16, 25. അപ്പോൾ ഇവരുടെ ഈ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് ഓഡ് നമ്പേഴ്സ്, ഇത് നമ്മുടെ ഓഡ് നമ്പേഴ്സ് അല്ലേ, ഓഡ് നമ്പേഴ്സിനെ എഴുതാമെന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. എത്രയാണ് ആൻസർ? 2 സ്ക്വയർ 4 മൈനസ് 1 സ്ക്വയർ 1. 4 മൈനസ് 1 3. 3 ഒരു ഓഡ് നമ്പർ അല്ലേ? ഓക്കെ. അടുത്തത് വേറൊരെണ്ണം എടുത്ത് ചെക്ക് ചെയ്യാം. ഈ രണ്ടെണ്ണം എടുത്ത് നോക്കൂ. പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് കണ്ടോ? ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ 3യുടെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 9ൽ നിന്ന് 4 കുറച്ചാൽ 5. കിട്ടിയതെന്താ? ഒരു ഓഡ് നമ്പർ അല്ലേ? നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പേഴ്സ് കിട്ടും. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇനി 4 സ്ക്വയറും 5 സ്ക്വയറും ചെക്ക് ചെയ്യാം. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ചെയ്ത് നോക്കിയേ. 5 സ്ക്വയർ 25 അല്ലേ? മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 25 16 മൈനസ് ചെയ്താൽ 9. ഓക്കെ. നിങ്ങൾക്ക് ഏത് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എടുത്താലും ഒരു ഓഡ് നമ്പർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ 8th ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് യൂസ് ദസ് ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മളോട് പറയാണ് രണ്ട് സ്ക്വയറുകൾ നമുക്കിവിടെ വരയ്ക്കണം. ഇതിൻ്റെ ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. വേറൊരെണ്ണം വരച്ചിട്ട് അതിൻ്റെ ഏരിയ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ് ചെയ്താൽ കിട്ടുന്നതല്ലേ? അല്ലെങ്കിൽ അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ് നമുക്ക് ഏരിയ കിട്ടുക. അപ്പോൾ നമുക്ക് ഇവർ പറയുന്നത് ഇവിടെ ഏരിയ നമുക്ക് ഏത് കിട്ടണം എന്നാണ്. ഫസ്റ്റ് ഏരിയ നമുക്ക് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ളൊരു സ്ക്വയർ ഏരിയ ഉള്ളൊരു സ്ക്വയർ കിട്ടണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സൈഡ് എത്ര വരണം? ഞാൻ പറഞ്ഞു 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരണമെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണല്ലേ? അപ്പോൾ √11 ഇൻറ്റു √11 ചെയ്താലല്ലേ നമുക്ക് 11 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ കിട്ടുള്ളൂ. അതായത് സൈഡ് ഇൻറ്റു സൈഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ √11, ഇവിടെ √11, എല്ലാ സൈഡുകളും √11 വരണം അല്ലേ? അപ്പോൾ ഈ √11 ഇൻറ്റു √11 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 11 എന്ന് പറയുന്നത് കിട്ടുക അല്ലേ? ഇനി ഏരിയ 7 ആണെങ്കിൽ നമുക്ക് വേണ്ടെങ്കിലോ ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് √7 ഇൻറ്റു √7 വരണം. അതായത് നമ്മളെടുക്കുന്ന സ്ക്വയറിൻ്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കണം? √7 ആയിരിക്കണം അല്ലേ? √7 വന്നാലല്ലേ നമുക്ക് ഏരിയ 7 ആയിട്ട് കിട്ടുള്ളൂ. കാരണം √7 ഇൻറ്റു √7 ചെയ്യുമ്പോഴാണ് നമുക്ക് 7 കിട്ടുക. അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് എങ്ങനെ കിട്ടണം? നമുക്ക് √7 കിട്ടണം. നമ്മളോട് ഇത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഡ്രോ സ്ക്വയർ. അപ്പോൾ √7ഉം അതുപോലെ √11ഉം സൈഡ്സ് വരുന്ന എന്ത് വരയ്ക്കണം? നമുക്ക് സ്ക്വയറുകൾ നമുക്ക് ഡ്രോ ചെയ്യണം അല്ലേ? പക്ഷേ നമുക്ക് ഈ √7ഓ √11ഓ നമ്മുടെ സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? √7 വരുന്നത് പോലെ √7 കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ യൂസ് ചെയ്യണം. അതിനാണ് നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിലെ ഇൻട്രൊഡക്ഷനിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ ഒരു സൈഡ് കണ്ടുപിടിച്ചൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഈ √7 കിട്ടണമെങ്കിൽ നമുക്കിതിൽ ഏത് നമ്പർ വെച്ചിട്ട് എടുക്കാം? അതായത് ഏത് ഇത് കിട്ടുമ്പോഴാണ് നമുക്ക് 11 വരിക അല്ലെങ്കിൽ 7 വരിക? നോക്കിയേ, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്താ വരിക? 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9, അപ്പോൾ 7 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ രണ്ട് വാല്യൂസുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകൾ നമുക്ക് എടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് 7 സൈഡ് √7 സൈഡ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനൊക്കെ അല്ലേ പൈതഗോറസ് തിയറം വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് 4ഉം അതുപോലെ ബേസ് നമുക്ക് 3യും എടുക്കാം.
നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ എങ്ങനെയാണ് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഹൈപ്പോട്ടന്യൂസ് അല്ല, ആൾട്ടിറ്റ്യൂഡാണല്ലേ, എ ആണ്. അപ്പോൾ എ കാണണമെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് 4 അല്ലേ, അതിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് 3 അല്ലേ, 3യുടെ സ്ക്വയർ കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 16 മൈനസ് 9, അതായത് റൂട്ട് 7 എന്ന് കിട്ടും. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി? റൂട്ട് 7. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൂട്ട് 7 ഉള്ള എന്ത് വരയ്ക്കാനാണ്? സ്ക്വയർ വരയ്ക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇത് കിട്ടിയല്ലോ റൂട്ട് 7. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ ബേസ് 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് കോമ്പസിൽ എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിലേക്ക് നമ്മൾ ഇത് 4 സെൻറ്റിമീറ്റർ മുട്ടുന്ന വരയുണ്ടല്ലോ, ഈ 4 സെൻറ്റിമീറ്റർ മുട്ടുന്ന വര അവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് റൂട്ട് 7 എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ റൂട്ട് 7, ഈ റൂട്ട് 7ൻ്റെ ഇതുണ്ട്, ഈ ലെങ്ത്ത് നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3, അതുപോലെ ഇവിടെ 4, ഇവിടെ റൂട്ട് 7 ആണല്ലേ, ഇതാണ് നമ്മുടെ റൂട്ട് 7. അപ്പോൾ ഈ റൂട്ട് 7 നമ്മൾ എടുത്തിട്ട് കോമ്പസിലെടുത്തിട്ട് അതേ റൂട്ട് ഇങ്ങോട്ടും വരച്ചാൽ ഇതൊക്കെ എന്തായി? റൂട്ട് 7 ആയി അല്ലേ. അപ്പോൾ ഇതെല്ലാം അവർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാം റൂട്ട് 7 ഉള്ള ഒരു സ്ക്വയറാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റൂട്ട് 7 എന്ന വാല്യൂ ഇവിടെ കിട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റൂട്ട് 7ൻ്റെ സ്ക്വയർ വരയ്ക്കുന്നത്. ഇതുപോലെ തന്നെയാണ് റൂട്ട് 11ൻ്റെ, അതുപോലെ റൂട്ട് 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 അല്ലേ, അതായത് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതല്ലേ അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 7 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു നമ്മളോട് സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് 7 ഒന്നും സ്കെയിലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റൂട്ട് 7 എങ്ങനെ കണ്ടുപിടിച്ചു? ബേസ് 3യും ഹൈപ്പോട്ടന്യൂസ് 4 ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് ആദ്യം നമ്മൾ റൂട്ട് 7 വരച്ചു. ആ റൂട്ട് 7 നമ്മൾ കോമ്പസിലി മെഷർമെൻറ്റ് കൊണ്ട് ഇങ്ങോട്ടും ബാക്കി 3 സൈഡുകൾ കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 7 ഉള്ള ഒരു സ്ക്വയർ കിട്ടും. ഈ റൂട്ട് 7 ഉള്ള സ്ക്വയറിൻ്റെ ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് റൂട്ട് 11ൻ്റെ വരയ്ക്കാം. അടുത്തത് നമുക്ക് 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് വരയ്ക്കണം അല്ലേ. അതായത് ഈ ഓരോ സൈഡും നമുക്ക് എന്ത് കിട്ടണം? റൂട്ട് 11 വീതം കിട്ടണം. അപ്പോൾ നമുക്ക് റൂട്ട് 11 നമ്മുടെ സ്കെയിലൊന്നും എടുക്കാനുള്ള അളവൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ അതിൽ 11 ആണ് വരേണ്ടത് അല്ലേ. 11 വരണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ, അതായത് നമുക്ക് 11 ഏരിയ വരണമെങ്കിൽ റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 ചെയ്യേണ്ടി വരും. അപ്പോഴല്ലേ നമുക്ക് 11 ഏരിയ കിട്ടൂ. കാരണം നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ നമുക്ക് സൈഡിന് റൂട്ട് 11 കിട്ടണം അല്ലേ. അപ്പോൾ റൂട്ട് 11 കിട്ടണമെങ്കിൽ നമ്മൾ ഏത് നമ്പേഴ്സുകൾ എടുക്കേണ്ടി വരും? ഈ 11 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഈ ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി എന്ന്. ഏത് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ആയിരിക്കും? 6ൻ്റെ സ്ക്വയറും 5ൻ്റെ സ്ക്വയറും എടുത്ത് മൈനസ് ചെയ്ത് നോക്കൂ. 6ൻ്റെ സ്ക്വയർ 36, 5ൻ്റെ സ്ക്വയർ 25. ഇത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 11 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ 6 എന്ന് പറയുന്നത് വലിയ നമ്പർ, നമുക്ക് ഹൈപ്പോട്ടന്യൂസിന് കൊടുക്കാം. ബേസ് നമുക്ക് 5 കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇതിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അത് കിട്ടാൻ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ല, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു
ബേസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് പക്ഷേ ഹൈപ്പോട്ടന്യൂസ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ എച്ച് സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ബേസ് സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ഇനി ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എച്ച് സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ മൈനസ് ചെയ്ത് റൂട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എ കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നും ബേസ് സ്ക്വയർ മൈനസ് ചെയ്ത് റൂട്ട് എടുക്കുക. അപ്പോൾ എ എന്ത് കിട്ടും, റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ഇതല്ലേ നമ്മുടെ എച്ച് ഹൈപ്പോട്ടന്യൂസ്, ഇതാണ് നമ്മുടെ ബേസ് അല്ലേ. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ, എച്ചിൻ്റെ സ്ക്വയറിൽ നിന്ന്, ആറിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6ൻ്റെ സ്ക്വയർ 36, 5ൻ്റെ സ്ക്വയർ 25. നമുക്ക് എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, റൂട്ട് 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇതെന്ത് കിട്ടി, റൂട്ട് 11 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഈ സ്ക്വയറിനെ ഞാൻ ഇത്തിരി കൂടെ വലുതാക്കി ഇവിടേക്ക് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ അല്ലേ, റൂട്ട് 11 റൂട്ട് 11 റൂട്ട് 11 റൂട്ട് 11 ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതാദ്യം ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ ബേസ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 6ഉം ആക്കി വരയ്ക്കാം. അപ്പോൾ ഇത് റൂട്ട് 11 എന്ന് കിട്ടും അല്ലേ. ഇനി ഈ റൂട്ട് 11 എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് ഇപ്പോൾ കിട്ടിയല്ലോ, ഇത് വെച്ച് ഇത് അങ്ങോട്ട് 3 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്തിട്ട് ഇങ്ങോട്ടും 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 എടുത്ത് വരച്ചാൽ എന്തായി, അത് എല്ലാം റൂട്ട് 11 ആയി അല്ലേ. ഇതൊക്കെ റൂട്ട് 11 ആയി. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടും, ഏരിയ നമുക്ക് റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 ഈക്വൽ ടു എന്ത് കിട്ടും, 11 എന്ന് കിട്ടും. ഈ പോർഷൻ നമുക്ക് ഈ റൂട്ട് 11 കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഈ സ്ക്വയറാണ് അല്ലേ, ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചത്. ഓക്കെ, അങ്ങനെ നമ്മൾ റൂട്ട് 11 കണ്ട് വെച്ചിട്ട് നമ്മൾ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ഉള്ള എന്ത് വരച്ചു, സ്ക്വയർ വരച്ചു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സ്ക്വയർ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് 13 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു ഏരിയ ഉള്ള എന്ത് വരയ്ക്കണം, സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കുക ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക 13 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു സ്ക്വയർ അതിൻ്റെ റൂട്ട് 13ഉം എല്ലാ സൈഡും റൂട്ട് 13 ആണെങ്കിലേ നമുക്കതിൻ്റെ ഏരിയ 13 കിട്ടുള്ളൂ. കാരണം സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോൾ റൂട്ട് 13 ഇൻറ്റു റൂട്ട് 13 വരണം, അപ്പോഴേ നമുക്ക് 13 കിട്ടുള്ളൂ ആൻസർ അല്ലേ. അപ്പോൾ ഒരു സൈഡ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, റൂട്ട് 13. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന റൂട്ട് 13 ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെങ്കിൽ ബി സ്ക്വയർ കാണണം അല്ലേ. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ആ സൈഡ് എടുക്കണം. എപ്പോഴാണ് ഈ ഓഡ് നമ്പർ 13 വരണമെങ്കിൽ നമ്മൾ ഏതൊക്കെ നമ്പറുകൾ തമ്മിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സുകൾ തമ്മിൽ മൈനസ് ചെയ്യേണ്ടി വരും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏത് പെർഫെക്റ്റ് സ്ക്വയറുകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 13 വരുന്നത്, 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ അല്ലേ. നോക്കിയേ, 7 സ്ക്വയറിൽ നിന്ന് 6 സ്ക്വയർ മൈനസ് ചെയ്ത് നോക്കിയേ 7. അതായത് നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് ഈ 13 ഏതൊക്കെ നമ്പറുകൾ കൂട്ടുമ്പോഴാണ് കിട്ടുക, 7ഉം 6ഉം ഓഡ് നമ്പേഴ്സ്, അതായത് ഓഡ് നമ്പേഴ്സ് അല്ല പെർഫെക്റ്റ് സ്ക്വയറുകൾ വരുന്നത്. അതായത് 7ഉം 6ഉം 49, 7ൻ്റെ സ്ക്വയർ 49 മൈനസ് 6ൻ്റെ സ്ക്വയർ 36. ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 13 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പറുകൾ, അതായത് 7ഉം 6ഉം നമുക്കിതിൻ്റെ നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് എടുക്കാം. ഇവിടെ 7, ഇവിടെ 6. അപ്പോൾ നമ്മൾക്ക് അനുസരിച്ച് ഈ സൈഡ് എത്ര കിട്ടും, 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് 13 എന്ന് കിട്ടും. അപ്പോൾ ഈ സൈഡ് റൂട്ട് 13 എന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു ലെങ്ത്ത് സ്കെയിലിൽ മെഷർമെൻ്റ് ആക്കി ബാക്കി 3 സൈഡിലേക്ക് വരച്ചാൽ എന്ത് കിട്ടും, എല്ലാ സൈഡും നമുക്ക് റൂട്ട് 13 ആയിരിക്കും. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്ന റൂട്ട് 13 സൈഡുള്ള 13 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന സ്ക്വയർ. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് സ്ക്വയറുകൾ ഇതുപോലത്തെ റൂട്ട് നമ്പറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഏത് സ്ക്വയറുകൾ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും.
അടുത്തത് പേജ് നമ്പർ 25 സെക്കൻഡ് പ്രോബ്ലമാണ്. നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ ആ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ള സ്ക്വയറിൻ്റെ ഏരിയ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു സൈഡ് അറിയണം അല്ലേ? ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏരിയ കാണാൻ പറ്റും. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയണത് എന്താ? അതിൻ്റെ സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമുക്ക് ഈ സൈഡ്, ഇതൊക്കെ സൈഡാണ് അല്ലേ? അപ്പോൾ ഈ സൈഡ്, അതുപോലെ ഈ സൈഡ്, അതുപോലെ ഇത്, ഈ 4 സൈഡുകളും നമുക്ക് കിട്ടണം. അപ്പോൾ ഈ സൈഡുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ സൈഡും കണ്ടുപിടിക്കേണ്ട, ഈ ഒരൊറ്റ സൈഡ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അതിനാണ് ഈ ട്രയാങ്കിൾ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ച പൈതഗോറസ് തിയറം വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അവർ ഈ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അവർ തന്നിട്ടുണ്ട് 3.5. അതുപോലെ തന്നെ ഒരു ബേസ് തന്നിട്ടുണ്ട് 1.5. ഈ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചാൽ, ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് AB, ഈ ലെങ്ത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സൈഡ് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്നാണ്. അതായത് ഈ ബേസിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും പ്ലസ് ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ കുറേ ഇക്വേഷൻസ് പഠിച്ചതിൽ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? അത് റൂട്ട് H സ്ക്വയറിൽ നിന്ന് നിങ്ങൾ ബേസ് സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സൈഡ് ചോദിക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റേ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എന്താണ് തന്നിരിക്കുന്നത്? ബേസ് ആണെങ്കിൽ ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക, ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. ഇനി ഓൾട്ടിറ്റ്യൂഡും ബേസും ആണ് തന്നിരിക്കുന്നത്, വലിയ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ് ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്തിട്ട് ആ ബേസിൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി വേറെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് കാണാനുള്ളത്, അത് H സ്ക്വയർ മൈനസ് A സ്ക്വയർ. ചെറിയ സൈഡുകൾ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സൈഡിൻ്റെ സ്ക്വയർ ചെയ്ത് ചെറിയ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. വലിയ സൈഡാണ്, അതായത് ഹൈപ്പോട്ടന്യൂസാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും പ്ലസ് ചെയ്ത് റൂട്ട് കണ്ടാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത്, ഓൾട്ടിറ്റ്യൂഡാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ആ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഓൾട്ടിറ്റ്യൂഡ് കിട്ടിയാൽ അത് തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ സൈഡ് വരിക അല്ലേ? ആ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വേണം ഇതൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് അല്ലേ? അപ്പോൾ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് H സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നാണ് എന്ത് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് H സ്ക്വയർ എത്രയാണ്? ഇതാണ് H അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ബേസ് നിങ്ങൾക്ക് 1.5 സ്ക്വയർ അല്ല 1.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് Hൻ്റെ അവിടെ 3.5 കൊടുക്കാം. 3.5ൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5ൻ്റെ സ്ക്വയർ അല്ലേ? ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ സൈഡ് കിട്ടും, ഓൾട്ടിറ്റ്യൂഡ്. അതായത് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടും. സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം അതേ സൈഡ്, എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. അപ്പോൾ അതുതന്നെയായിരിക്കും എല്ലാ സൈഡും. ഇത് എത്രയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റൂട്ട് ഓഫ് 3.5ൻ്റെ സ്ക്വയർ. അപ്പോൾ 3.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 35ൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൽ 2 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? നമ്മൾ ഡെസിമലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 35 പോലെയുള്ള 5 അറ്റത്ത് വരുന്ന നമ്പറുകളുടെ സ്ക്വയർ കാണാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് ഈ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അതങ്ങനെ തന്നെ എഴുതാം. ഇനി ഇവിടെ 3 അല്ലേ? അതിനേക്കാളും ഒരു നമ്പർ കൂട്ടുക, 3യുടെ നെക്സ്റ്റ് നമ്പർ എടുക്കുക. അത് എത്രയാണ്? 4. അത് ഈ 3യുടെ കൂടെ ആ 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 12. അപ്പോൾ ഇതായിരിക്കും 35ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ 35 ഇൻറ്റു 35 ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെ 5
വൺസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സിന് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇത് 35ൻ്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3.5ൻ്റെ സ്ക്വയറാണ്. അതായത് 3.5 × 3.5 അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് പോയിൻറ്റ്സ് വരിക. അപ്പോൾ ഈ ആൻസറിൽ നമ്മൾ 2 നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ഡെസിമൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആൻസർ 12.25 എന്ന് കിട്ടി. മൈനസ് ഇനി ഇതുപോലെ നമുക്ക് ഈ 1.5 × 1.5 കണ്ടുപിടിക്കണം അല്ലേ. അതിൻ്റെ സ്ക്വയറാണ് അടുത്തത് ചെയ്യേണ്ടത്. അത് പക്ഷേ ഇത് പറഞ്ഞ പോലെ തന്നെ 15 × 15 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 15ൻ്റെ സ്ക്വയർ കണ്ടിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു 5 വൺസ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴി 5ൻ്റെ സ്ക്വയർ എഴുതുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒന്നിൻ്റെ നെക്സ്റ്റ് നമ്പർ 2, അതുകൊണ്ട് ആ ഒന്നിനെ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും, 225. അപ്പോൾ 15ൻ്റെ സ്ക്വയർ എത്രയാണ്, 225. ഇനി കഴിഞ്ഞിട്ടില്ല, ഇത് 15ൻ്റെ സ്ക്വയറാണ്. നമുക്ക് കാണേണ്ടത് 1.5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 നമ്പറുകൾ നീക്കിയിട്ട് ഇവിടെ പോയിൻ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ 1.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225ൽ നമ്മൾ ഇവിടെ പോയിൻ്റ് കൊടുക്കണം. അതായത് 2.25 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇത് മൈനസ് ചെയ്യണം. അതായത് ഏതിനെ ഇത് മൈനസ് ചെയ്യണം, 12.25 നിന്ന് 2.25 മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതൊക്കെ 0 ആയി, ഇത് 0 ആയി, ഇത് 10 ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, √10 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്. അതായത് നമ്മുടെ ഈ സൈഡ്, അതായത് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമുക്ക് √10 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതും √10 ആവില്ലേ, ഇതും √10 ആവും, ഇതും √10 ആവും. അടുത്തത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ദ സ്ക്വയറാണ്. ഏരിയ ഓഫ് ദ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണല്ലേ. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്, നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സൈഡ് എത്രയാണ്, √10. √10 × √10. അപ്പോൾ ഒരു സെയിം നമ്പറുകളുടെ റൂട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെയാണ് കിട്ടുക. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഓക്കെ.